പ്രിസിഷൻ ഫാമിങ്ങും പോളിഹൗസ് ഫാമിങ്ങും എന്ന് കേട്ടിട്ടുണ്ടോ? മുൻ കൃഷി ഓഫീസറായ ശ്രീ അഭിലാഷ് കരിമുളയ്ക്കൽ ഈ കൃഷിരീതികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. കൃഷിയും കൃഷിരീതികളും കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റം എന്നത് കാലത്തിൻ്റെ കാവ്യനീതിയുമാണ്. മാറ്റത്തിനനുസരിച്ച് കർഷകരും മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. പറഞ്ഞു വരുന്നത് കൃഷിയിലെ ചില പുതുരീതികളെക്കുറിച്ചാണ്. കൃഷിഭൂമികൾ അനുദിനം കുറഞ്ഞു വരികയാണ്. എന്നാൽ കൃഷി തുടരാതെ ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റാനുമാകില്ല. അപ്പോൾ അവശേഷിക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്ത് കൂടുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയേ മതിയാകൂ. അതിനുവേണ്ടി ചില ഹൈടെക് കൃഷിരീതികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ചില ഹൈടെക് കൃഷിരീതികളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത് കൃത്യതാ കൃഷി അഥവാ പ്രിസിഷൻ ഫാമിങ്ങിനെ കുറിച്ചാണ്. കുറച്ച് സ്ഥലത്ത് നിന്നും കുറച്ച് വെള്ളവും കുറച്ച് വളവും കുറഞ്ഞ അധ്വാനവും കൊണ്ട് കൂടുതൽ വിളവുണ്ടാക്കുന്ന ഒരു ഹൈടെക് കൃഷിരീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി. സാധാരണ ചെയ്യുന്ന എല്ലാ കൃഷികളും പ്രിസിഷൻ രീതിയിൽ ചെയ്യാവുന്നതാണ്. തെങ്ങും വാഴയും കുരുമുളകും കാപ്പിയും ഏലവും കൊക്കോയും ജാതിയും ഫലവൃക്ഷങ്ങളും ഇടവിളകളും പച്ചക്കറികളും തുടങ്ങി നെൽകൃഷി വരെ പ്രിസിഷൻ രീതിയിലേക്ക് മാറ്റിയാൽ നിലവിലുള്ള വിളവിൻ്റെ ഇരട്ടിയോ മൂന്നിരട്ടിയോ ആക്കി വർദ്ധിപ്പിക്കാവുന്നതാണ്. കൃത്യതാ കൃഷി ഒരു ഇസ്രയേൽ കൃഷി രീതിയാണ്. ജലലഭ്യത ഏറ്റവും കുറവുള്ള ഇസ്രയേലിൽ ലഭിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെയും പാഴാക്കാതെ ജലമിതത്വം പാലിച്ചുകൊണ്ട് കൃഷിയിൽ നേട്ടമുണ്ടാക്കി വരുന്നത് കൃത്യതാ കൃഷി അവലംബിച്ചുകൊണ്ടാണ്. ഓരോ വിളയുടെയും വിവിധ വളർച്ചാഘട്ടങ്ങളിൽ അവയ്ക്ക് ആവശ്യമായി വരുന്ന പോഷകങ്ങളും വെള്ളവും കൃത്യമായ അളവിൽ അവയുടെ വേരുപടലങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന സാങ്കേതികതയാണ് കൃത്യതാ കൃഷിരീതിയുടെ കാതൽ. പരമ്പരാഗത വളങ്ങൾക്ക് പകരം വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കാൻ പറ്റിയ പുതുതലമുറ ജലലേയ വളങ്ങൾ അഥവാ വാട്ടർ സോല്യുബിൾ ഫെർട്ടിലൈസറുകളാണ് കൃത്യതാ കൃഷിരീതിയിൽ ഉപയോഗിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ടൺ കണക്കിന് വളങ്ങൾ വേണ്ടി വരുന്നിടത്ത് കിലോ കണക്കിനോ ഗ്രാം കണക്കിനോ അളന്നു കൊടുത്താൽ മതിയാകും. മറ്റൊരു പ്രധാന കാര്യം ജലമിതത്വമാണ്. ഗ്യാലൻ കണക്കിന് വെള്ളം വേണ്ടിയിടത്ത് ലിറ്റർ കണക്കിനുള്ള വെള്ളം മതിയാകും. ഒരു ചെടിക്ക് വളരുവാൻ വേണ്ടുന്ന വെള്ളം എത്രയെന്ന് കൃത്യമായി കണക്കാക്കി ആ ചെടിക്ക് ആവശ്യം വേണ്ടുന്ന വെള്ളം വേരുപടലങ്ങളിലേക്ക് നേരിട്ട് വിനിമയ നഷ്ടം ഏതുമില്ലാതെ നൽകുന്നു. സാധാരണ ജലസേചനത്തിൽ കൊടുക്കുന്ന വെള്ളം മണ്ണിലൂടെ ഊർന്നും ഒഴുകിയും ബാഷ്പീകരിച്ചും ഒക്കെ നഷ്ടപ്പെടുകയാണല്ലോ. അത്തരം നഷ്ടങ്ങൾ പ്രിസിഷൻ രീതിയിൽ വളരെ വളരെ കുറവാണ്. ഉദാഹരണത്തിന് കായ്ക്കുന്ന ഒരു തെങ്ങിന് ശരാശരി ഒരു തവണ 600 ലിറ്റർ വെള്ളമാണ് ജലസേചനത്തിന് ശുപാർശ ചെയ്തിട്ടുള്ള അളവ്. പ്രിസിഷൻ രീതിയിലാക്കിയാൽ 60 ലിറ്റർ വെള്ളം കൊണ്ട് ജലസേചനം കൃത്യമാക്കാം. ഇതേപോലെ എല്ലാ വിളകൾക്കും ജലമിതത്വം സാധ്യമാക്കാം. പ്രിസിഷൻ സംവിധാനം ഒരുക്കുവാൻ പ്രാരംഭ ചെലവ് ഏറെയുണ്ടെങ്കിലും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 5-10 വർഷത്തെ കൃഷിക്ക് ഉപകരിക്കും. അതുകൊണ്ട് ആവർത്തന ചെലവ് ആനുപാതികമായി കുറഞ്ഞു കിട്ടും. കൃഷിസ്ഥല വിസ്തീർണത്തിൻ്റെയും കൃഷിവിളകളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ ഒരു ലേഔട്ട് തയ്യാറാക്കി വേണം പ്രിസിഷൻ ജലസേചന സാമഗ്രികൾ വിന്യസിക്കുവാൻ. കൃഷിഭൂമിയിലെ ജലസ്രോതസ്സിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ അളവിലുള്ള സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പും വെള്ളം കൃഷിയിടത്തിലേക്ക് എത്തിക്കുവാനുള്ള മെയിൻ PVC പൈപ്പും അതിൽ നിന്ന് വശങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിടാനുള്ള ലാറ്ററൽ PVC പൈപ്പുകളും ലാറ്ററലിൽ നിന്നും ചെടിച്ചുവട്ടിലേക്ക് വിന്യസിക്കുവാനുള്ള മൈക്രോ ട്രിപ്പർ ട്യൂബുകളും അതിനനുസരിച്ചുള്ള വാൾവുകളും വളം വെള്ളത്തിലൂടെ നൽകാനുള്ള വെഞ്ചുറി യൂണിറ്റും അടങ്ങുന്നതാണ് പ്രിസിഷൻ സംവിധാനം. കൂടാതെ ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളത്തെ നന്നായി അരിക്കുവാനുള്ള വിവിധതരം ഫിൽട്ടറുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഹൈടെക് കൃഷിയിൽ ജലസേചന അരിപ്പുകൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. വെള്ളത്തിൽ കരടുകൾ ഉണ്ടായാൽ പായൽ കടന്നുകൂടിയാൽ ട്രിപ്പറുകൾ അടഞ്ഞു പോവുകയും ജലസേചനം നടക്കാതെ വരികയും ചെയ്യും. ജലത്തെ നന്നായി അരിച്ചു വേണം മൈക്രോ ട്രിപ്പറിലൂടെ ഒഴുക്കിവിടാൻ. ജലസ്രോതസ്സിനെ അടിസ്ഥാനമാക്കി 4 തരം ഫിൽട്ടറുകളാണ് ഉപയോഗിച്ചു വരുന്നത്. സാധാരണ വീട്ടുകിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ വലിയ കരടുകൾ നീക്കുന്നതിനായി സ്ക്രീൻ ഫിൽട്ടറും തുടർന്ന് ഈ വെള്ളത്തിനെ ചെറു കരടുകളെപ്പോലും നീക്കുന്ന ഡിസ്ക് ഫിൽട്ടറും സ്ഥാപിക്കണം. തടാകം, പുഴ, വലിയ കുളങ്ങൾ എന്നിവയിൽ നിന്നാണ് വെള്ളമെടുക്കുന്നതെങ്കിൽ സാൻഡ് ഫിൽട്ടർ അഥവാ ഗ്രാവൽ ഫിൽട്ടറാണ് 1ാം ഫിൽട്ടർ. ഈ ഫിൽട്ടറുകൾ പായലടക്കമുള്ള വലിയ തരികളെ നീക്കം ചെയ്യും. തുടർന്ന് ഈ വെള്ളം 2ാം ഫിൽട്ടറായ ഡിസ്ക് ഫിൽട്ടറിലൂടെ കടത്തി ചെറുതരികളെ പോലും അരിച്ചു മാറ്റണം.
കുഴൽക്കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ ഒന്നാം ഫിൽട്ടറായി ഹൈഡ്രോസൈക്ലോൺ എന്ന ഫിൽട്ടറാണ് വേണ്ടത്. മണൽ, പാറക്കഷ്ണങ്ങൾ എന്നിവയെ അരിച്ചു മാറ്റും. തുടർന്ന് ഈ വെള്ളത്തെ ഡിസ്ക് ഫിൽട്ടറിലൂടെ കടത്തിവിട്ട് പൂർണ്ണമായും അരിച്ചെടുക്കാം. ഇങ്ങനെ നന്നായി അരിച്ചെടുത്ത് ശുദ്ധത വരുത്തിയ ശേഷം വെഞ്ചുറി എന്നൊരു സംവിധാനം വഴി ആ വെള്ളത്തിലേക്ക് പുതുതലമുറ പോഷകമൂലങ്ങൾ ലയിപ്പിച്ച് വെള്ളത്തോടൊപ്പം വളവുമെന്ന വളസേചിത സമ്പ്രദായമാണ് കൃത്യതാ കൃഷി അടക്കമുള്ള ഹൈടെക് കൃഷിയുടെ നൂതനത്വം. ഒരു കൃഷി വിദഗ്ധൻ്റെ മേൽനോട്ടത്തിൽ പരിശീലനം ലഭിച്ച പ്ലംബർമാരെ കൊണ്ട് വേണം ഈ സംവിധാനങ്ങളൊക്കെ കൃഷിയിടത്തിൽ ഒരുക്കേണ്ടത്. മേൽത്തരം സങ്കരവിത്തുകളും തൈകളും അതോടൊപ്പം പ്രിസിഷൻ കൃഷിരീതികളും ഉപയോഗപ്പെടുത്താനായാൽ കൃഷിയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും. സസ്യവളർച്ചയ്ക്ക് വേണ്ടുന്ന പോഷകങ്ങളുടെയും ജലത്തിൻ്റെയും പ്രയോഗം ഇപ്പോൾ നിർമ്മിത ബുദ്ധി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റിമോട്ട് സെൻസിംഗ് രീതിയിലേക്ക് മാറ്റിയാൽ പ്രിസിഷൻ കൃഷി വളരെ എളുപ്പമായിട്ടുണ്ട്. നിലവിലെ കൃഷികളെ തന്നെ പ്രിസിഷൻ രീതിയിലേക്ക് മാറ്റിയാൽ സാമ്പ്രദായിക രീതിയിൽ ലഭിച്ചിരുന്ന വിളവിൻ്റെ 3 ഇരട്ടി വിളവ് വരെ ഉറപ്പായും ലഭ്യമാകും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രിസിഷൻ ഫാമിംഗ് നടക്കുന്നത് പാലക്കാട് ചിറ്റൂർ മേഖലയിലാണ്. അവിടെ വടകരപ്പതി എന്ന പഞ്ചായത്തിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന പ്രദേശം. അവിടെ പരമ്പരാഗത രീതിയിൽ 1 ഏക്കറിൽ നിന്ന് 15,000 കിലോ തക്കാളി ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് കർഷകർ പ്രിസിഷൻ രീതിയിലേക്ക് ചുവടുമാറ്റിയപ്പോൾ 45,000 കിലോ വരെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. തീർച്ചയായും കാർഷിക കേരളം ഏറ്റെടുക്കേണ്ട ഏറ്റവും നല്ല ഹൈടെക് കൃഷി രീതിയാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷി. അടുത്തതായി പറയാൻ പോകുന്നത് പോളിഹൗസ് കൃഷി രീതിയെക്കുറിച്ചാണ്. ഇതൊരു യൂറോപ്യൻ കൃഷി രീതിയാണ്. ഇപ്പോൾ ലോകമെമ്പാടും ഈ കൃഷി രീതി അവലംബിച്ചു വരുന്നുണ്ട്. കൃത്യതാ കൃഷി തുറന്ന ഇടത്ത് സൂര്യൻ്റെ കീഴിൽ നേരിട്ട് നടത്തുമ്പോൾ പോളിഹൗസ് കൃഷി ഒരു സംരക്ഷിത കൃഷിയാണ്. വിളകളെ ഒരു കൂടാരം ഒരുക്കി അതിനുള്ളിൽ സുരക്ഷിതമാക്കി നിർത്തിക്കൊണ്ടു കൃഷികൾ ചെയ്യാം. കൂടാരമൊരുക്കൽ അഥവാ പോളിഹൗസ് നിർമ്മാണം തികച്ചും ശാസ്ത്രീയമാണ്. തികഞ്ഞ വൈദഗ്ധ്യമുള്ള ടെക്നീഷ്യന്മാരെ കൊണ്ട് തന്നെ ഹരിതഗ്രഹ നിർമ്മിതി നടത്തേണ്ടതാണ്. ബലവത്തായ ഗാൽവനൈസ്ഡ് അയൺ സ്ട്രക്ചറുകൾക്ക് ഉയർന്ന ഗുണമേന്മ ഉറപ്പുവരുത്തണം. തൂണുകളും ബീമുകളും നട്ട് ബോൾട്ട് രീതിയിൽ ബന്ധിപ്പിക്കുന്നതാണ് നല്ലത്. തറയിലെ തൂണുകളും കോൺക്രീറ്റിനുള്ളിൽ ബോൾട്ടിട്ട് തന്നെ ഉറപ്പിക്കുക. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന സ്ട്രക്ചറുകൾ ആവശ്യമായ സന്ദർഭത്തിൽ അഴിച്ചെടുത്ത് കേടുപാടുകൾ തീർക്കുന്നതിനും മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനും കഴിയും. പോളിഹൗസുകളുടെ 4 ചുറ്റും തറനിരപ്പിൽ നിന്നും 1-2 അടി പൊക്കി ഇഷ്ടിക കൊണ്ട് പിച്ചിങ് പോലെ ഒരു നിർമ്മിതി ഉണ്ടാക്കുന്നത് വശങ്ങളിലൂടെയുള്ള എലി തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ ഉപദ്രവം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. പിച്ചിങ്ങിനുള്ളിൽ നല്ല വളക്കൂറുള്ള മണ്ണും വേണമെങ്കിൽ ആദ്യം തന്നെ നിറച്ചിടാം. പോളിഹൗസിൻ്റെ വിസ്തൃതിക്ക് അനുസരിച്ച് GI പൈപ്പുകളും സ്ക്വയർ പൈപ്പുകളും മേൽക്കൂരയ്ക്ക് വിധാനിക്കുന്ന UV സ്റ്റെബിലൈസ്ഡ് പോളി എത്തിലീൻ ഷീറ്റും വശങ്ങൾ മറയ്ക്കാനുള്ള ഇൻസെക്റ്റ് നെറ്റും സംഭരിക്കണം. ഇവയുടെ ഗുണമേന്മ തരം സ്വയം ബോധ്യപ്പെടുകയും വേണം. 200 മൈക്രോൺ കനമുള്ള UV ഷീറ്റ് കൊണ്ടുള്ള മേലാപ്പൊരുക്കണം. വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന 40 മുതൽ 50 മെഷ് വരെയുള്ള ഇൻസെക്റ്റ് നെറ്റ് കൊണ്ട് കൂടാരത്തിൻ്റെ വശങ്ങൾ ഒരുക്കാം. കൂടാരത്തിൻ്റെ ഉയരം നിശ്ചയിക്കേണ്ടത് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തിട്ടാവണം. അവിടുത്തെ ശരാശരി താപനില, അന്തരീക്ഷ ആർദ്രത, വെയിലിൻ്റെ തോത്, കാറ്റിൻ്റെ വേഗത എന്നീ ഘടകങ്ങൾ വിലയിരുത്തുക. വിസ്തൃതി കൂടുന്നതിനനുസരിച്ച് ഉയരവും കൂട്ടാം. ഉയരം കുറഞ്ഞാൽ പോളിഹൗസിനുള്ളിൽ താപനില ഗണ്യമായി കൂടും. ഉയരം കൂടിയാൽ കാറ്റ് പിടിക്കാനും ഇടയുണ്ട്. അതിനാൽ തികച്ചും ശാസ്ത്രീയ നിർമ്മാണ രീതികൾ തന്നെ അവലംബിക്കുക. വശങ്ങൾക്ക് 2.5 മീറ്റർ മുതൽ ഉയരമാകാം. നടുഭാഗത്തുള്ള ഉയരം മേൽപ്പറഞ്ഞ ഘടകങ്ങൾക്ക് അനുസൃതമാകണം. സൂര്യപ്രകാശത്തെ മേലാപ്പിലെ UV ഷീറ്റുകൾ ചിന്നി ചിതറിപ്പിച്ച് കൂടാരത്തിനുള്ളിലെ വിളകളുടെ ഇലകളിലേക്ക് ഒരേപോലെ എത്തിച്ചുകൊണ്ട് പ്രകാശ സംശ്ലേഷണം ത്വരിതപ്പെടുത്തും. വശങ്ങൾ കീടങ്ങൾ കടന്നു വരാത്ത സുഷിരങ്ങൾ നിറഞ്ഞ വലകൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാവും. കൂടാരത്തിനുള്ളിൽ പ്രിസിഷൻ ജലസേചന വളസേചിത സംവിധാനങ്ങൾ ഒരുക്കിയും കൂടാരത്തിനുള്ളിൽ സസ്യവളർച്ചയ്ക്ക് അനുകൂലമായ താപനിലയും ആർദ്രതയും ഉറപ്പാക്കിക്കൊണ്ടും വിളകൾ കൃഷി ചെയ്ത് വിജയിപ്പിക്കാനാവും. പോളിഹൗസുകൾ 3 തരത്തിലുണ്ട്. ഒന്നാമതായി പറയുന്നത് ഓപ്പൺ വെന്റിലേറ്റഡ് എന്ന മാതൃകയെക്കുറിച്ചാണ്. GI സ്ട്രക്ചറിൻ്റെ മേലാപ്പ് അർദ്ധവൃത്താകൃതിയിൽ ഏറ്റവും മുകളിൽ വശങ്ങളിൽ നിന്നും വരുന്ന ഓവൽ പൈപ്പുകൾ തമ്മിൽ 2 അടി വലിപ്പ വ്യത്യാസത്തിൽ ഓവർലാപ്പ് ചെയ്ത് നിർത്തിയ ഭാഗം നീളത്തിൽ ഇൻസെക്റ്റ് നെറ്റ് വിരിക്കുകയും വശങ്ങൾ മുഴുവൻ പ്രസ്തുത നെറ്റ് കൊണ്ട് തന്നെ പൊതിയുകയും ചെയ്തുകൊണ്ടുള്ള
നൈസർഗിക കാലാവസ്ഥ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളതാണ് ഓപ്പൺ വെന്റിലേറ്റഡ് പോളി ഹൗസുകൾ. രണ്ടാമതായി പറയാനുള്ളത് ഫാൻ ആൻഡ് പാഡ് പോളി ഹൗസുകളെ കുറിച്ചാണ്. ഇത്തരം ഹരിതഗൃഹങ്ങൾ അതിനുള്ളിലെ താപനിലയും അന്തരീക്ഷ ആർദ്രതയും നിയന്ത്രിക്കുവാൻ പോളി ഹൗസിൻ്റെ വശങ്ങളിൽ നെറ്റിന് പകരം ഒരു വശത്ത് എക്സോസ്റ്റ് ഫാനുകളും മറുവശത്ത് അകത്തേക്ക് വായുവിനെ വലിച്ചെടുക്കുവാൻ പാകത്തിൽ പാടുകളും കൂടാതെ ഫോഗറുകളും സ്ഥാപിച്ചുകൊണ്ട് സസ്യവളർച്ചയ്ക്ക് വേണ്ടുന്ന അനുകൂല കാലാവസ്ഥ ഉറപ്പാക്കുന്ന മാതൃകയാണ് ഫാൻ ആൻഡ് പാഡ് പോളി ഹൗസുകൾ. മൂന്നാമത്തെ മാതൃക ഓട്ടോമേറ്റഡ് പോളി ഹൗസുകൾ എന്നറിയപ്പെടുന്നു. ഇത്തരം പോളി ഹൗസിനുള്ളിലെ സസ്യവളർച്ച അനുകൂല കാലാവസ്ഥ ഒരുക്കുന്നത് നിർമ്മിത ബുദ്ധി സെൻസറുകളാണ്. ഈ പോളി ഹൗസുകളിലെ ഫാനുകളും പാടുകളും ഫോഗറുമൊക്കെ പ്രവർത്തിക്കുന്നത് സെൻസറിൻ്റെ സഹായത്തോടു കൂടിയാണ്. പ്രോഗ്രാം ചെയ്ത രീതിയിൽ വിദൂരത്തിരുന്നു പോലും ഇത്തരം പോളി ഹൗസുകളിലെ കൃഷികൾ ആയാസരഹിതമായി ചെയ്യാൻ കഴിയും. 3 മാതൃകയിലുള്ള പോളി ഹൗസുകൾ കേരളത്തിൽ അങ്ങിങ്ങായി സ്ഥാപിച്ചുകൊണ്ട് നിരവധി കർഷകർ കൃഷികൾ തുടരുന്നുണ്ട്. പ്രാരംഭ ചെലവ് ഏറുമെങ്കിലും ഏത് കാലാവസ്ഥയിലും പോളി ഹൗസ് കൃഷികൾ സാധ്യമാണ് എന്നതാണ് ഈ രീതിയുടെ മെച്ചം. ഹൈടെക് കൃഷിയായതിനാൽ വിളവ് ഇരട്ടിയിലേറെ ആയിരിക്കും. ഉയർന്ന സാങ്കേതിക പരിജ്ഞാനം വേണ്ടിവരുന്നതിനാൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഏറ്റെടുക്കുവാൻ പറ്റിയ ഹൈടെക് കൃഷി മാതൃകയാണ് പോളി ഹൗസ് കൃഷി. ഉയർന്ന വരുമാനം ഉറപ്പായി ലഭിക്കും. കുക്കുംബറും തക്കാളിയും പയറുമൊക്കെ വലിയ തോതിൽ വിളയിച്ചെടുക്കാം. കൊല്ലം ജില്ലയിലെ ചിതറ ഗ്രാമപഞ്ചായത്തിൽ 450 ചതുരശ്ര മീറ്ററിൽ 5 വർഷം മുമ്പ് പോളി ഹൗസ് കൃഷി തുടങ്ങിയ പുഷ്പഹാസ് എന്ന MBA ചെറുപ്പക്കാരൻ ഇന്നിപ്പോൾ 3000 ചതുരശ്ര മീറ്റർ വിസ്തീർണം വരുന്ന 5 പോളി ഹൗസുകളിലായി കൃഷി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രസ്തുത പോളി ഹൗസുകളിൽ നിന്നും വർഷം മുഴുവൻ എല്ലാ ദിവസവും വിളവെടുക്കാൻ പാകത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള കൃഷിയിലൂടെ കുക്കുംബറും പയറും വിളവെടുത്ത് ദിവസവും വരുമാനം നേടുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട കഥയല്ല. അനേകം കർഷകർ വിജയകരമായി പോളി ഹൗസ് കൃഷികൾ ചെയ്തുകൊണ്ട് നമുക്കിടയിലുണ്ട്. കുറച്ച് സ്ഥലം കൊണ്ട് കൂടുതൽ കൃഷി ചെയ്ത് വൻവിളവ് കൊയ്യുന്ന പോളി ഹൗസ് കൃഷി രീതിയും പുതുതലമുറയ്ക്ക് സധൈര്യം ഏറ്റെടുക്കാവുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത് മഴമറ കൃഷിയെക്കുറിച്ചാണ്. പോളി ഹൗസ് മാതൃകയിൽ തന്നെയാണ് മഴമറ കൃഷിയും. വ്യത്യാസമായി പറയാവുന്നത് മഴമറ രീതിക്ക് പോളി ഹൗസിനുള്ള പോലുള്ള വശങ്ങൾ ഇല്ല എന്നുള്ളതാണ്. വശങ്ങൾ തുറന്നിടുകയോ ഷെയ്ഡ് നെറ്റ് കൊണ്ട് പൊതിയുകയോ ചെയ്തുകൊണ്ടാണ് മഴമറ കൂടാരങ്ങൾ ഒരുക്കുന്നത്. മഴമറയിൽ കടുത്ത മഴയിലും കടുത്ത വേനലിലും കൃഷി തുടരാം എന്നതാണ് മെച്ചം. പോളി ഹൗസിനുള്ളിൽ ചെയ്യാവുന്ന കൃഷികൾക്ക് പുറമെ ഓപ്പൺ ഫീൽഡിൽ ചെയ്യുന്ന പല കൃഷിയും മഴമറയ്ക്കുള്ളിൽ വിജയകരമായി കൃഷി ചെയ്യാം. ഒരു ചെറു മഴമറ കൂടാരം ഒരുക്കി ഒരു കുടുംബത്തിൻ്റെ അടുക്കളത്തോട്ടം വർഷം മുഴുവനും ചെയ്യാൻ സാധിക്കും. തീർച്ചയായും കൃത്യതാ കൃഷിയും ഹരിതഗ്രഹ കൃഷിയും മഴമറ കൃഷിയും ഏറെ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നുണ്ട്.